പറയുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിൽ വെള്ളം കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം, പാകിസ്ഥാൻ ഇന്ത്യ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല എന്നൊരു വൻ പരാതിയും അത് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള ശ്രമമൊക്കെ പാകിസ്ഥാൻ നടത്തി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നത്, ഇന്ത്യ അതുവരെ ഇവർക്ക് കൊടുക്കാതിരുന്ന വെള്ളം തടഞ്ഞു നിർത്തിയിരുന്ന ഒരു ഡാം തുറന്നു വിട്ടു എന്നൊരു വാർത്തയുണ്ട്. അത് എവിടെയാണ് ഈ ഡാം തുറന്നു വിട്ടത്, ഏത് നദിയുമായി ബന്ധപ്പെട്ടാണ്, എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നത്? പാകിസ്ഥാൻ്റെ പരാതി എന്തായിരുന്നു? വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളക്ഷാമം പ്രശ്നം. ഇന്ത്യ അത് പരിഹരിച്ചതാ, സത്യം. തുറന്നു വിട്ടപ്പോൾ അങ്ങ് വിട്ടുകൊടുത്ത് പരിഹരിച്ചതാണ്. മുമ്പ് ഇതേപോലെ ഒന്ന് പരിഹരിച്ചായിരുന്നു. നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ ഇതേപോലെ ഒരു പരിഹാരം നടത്തിയിരുന്നു. അത് ഉറിയിലെ ഒരു ഡാം അങ്ങ് തുറന്നു, മുന്നറിയിപ്പില്ലാതെയാണ് തുറന്നത്. അപ്പോൾ പാക് അധീന കാശ്മീരിലെ കുറച്ച് ഭാഗങ്ങൾ വെറുതെ ഒലിച്ചുപോയി, കുറേ അങ്ങ് വെറുതെ മുങ്ങിപ്പോയി. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പരിഹരിക്കാൻ നോക്കിയതാ സത്യമായിട്ടും. പരിഹാരം സംഭവം നടന്ന ചെനാബ് നദിയിൽ ഒരു ഡാം, അതിൻ്റെ ഡാമിൻ്റെ പേര് പാഗ്ലിഹാർ എന്ന് പറയുന്ന ഒരു ഡാമാണ്. അവിടുത്തെ 3 ഷട്ടർ ഇന്ത്യ അങ്ങ് തുറന്നു. അപ്പം അതിൻ്റെ കാരണം കുറച്ച് ദിവസമായിട്ട് ജമ്മു കാശ്മീർ മേഖലയിൽ വലിയ മഴ ഉണ്ട്. അപ്പം ഈ നദിയിലെ ജലനിരപ്പ്, ചെനാബ് നദിയിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നു. ഏതാണ്ട് 893 മീറ്റർ വരെ അളവെത്തി എന്ന് പറയുന്നു. അപ്പോൾ നദിയിലെ ജലനിരപ്പ് ഉയർന്നാൽ സ്വാഭാവികമായിട്ടും ഡാം തുറക്കണം. ഡാം തുറന്നു. പാകിസ്ഥാൻ അറിയിച്ചില്ല. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ ഈ ഡാമുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ പരസ്പരം പങ്കുവെക്കണമെന്നുള്ളതായിരുന്നു കരാറിലെ വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യ ആ കരാർ ഇപ്പോൾ പാലിക്കുന്നില്ല, അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ അറിയിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ല. അപ്പോൾ ഡാം മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ അങ്ങ് തുറന്നു. ഏതായാലും പാകിസ്ഥാനിൽ കുടിവെള്ളക്ഷാമം ഉണ്ട്. ഒരു ഞങ്ങൾക്ക് വെള്ളം തായോ എന്നൊരു പറഞ്ഞതല്ലേ, തന്നിരിക്കുന്നു, കൊണ്ടുപോകുന്നേ. വെള്ളം അങ്ങ് തുറന്നുവിട്ട് കൊടുത്തപ്പോൾ നല്ലൊരു പണിയും കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ പരിഹാസ രൂപേണ പറയുന്നെങ്കിലും പാകിസ്ഥാൻ വെള്ളം കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നല്ലോ. അതെ, പാകിസ്ഥാൻ ഈ വെള്ളം കിട്ടിയില്ല, കുത്തിയൊലിച്ച് പോവുകയുണ്ടായി. അതാണ് കാര്യം. ഈ വരുന്നത് പ്രളയജലമാണ്. ഈ സാധാരണഗതിയിൽ ഡാം തുറന്നു വിട്ടാലേ ഉപയോഗയോഗ്യമായ വെള്ളം പാകിസ്ഥാന് കിട്ടുള്ളൂ. അപ്പൊ ഈ ചെളിയും മണലും വന്ന് കലങ്ങി മറിഞ്ഞു വരുന്ന പ്രളയജലമാണ് ഒഴുകി വരുന്നത്. അതിപ്പോ എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും പറ്റൂല, ശുദ്ധിയില്ല. ശുദ്ധി അത് പോട്ടെ, അതിപ്പോ കൃഷി ആവശ്യത്തിനാണെങ്കിലും ഉപയോഗിക്കാമെന്ന് വെച്ചാൽ പോലും അതിന് പറ്റിയ ഡാമുകളോ ജലസേചന സംവിധാനങ്ങളോ പാകിസ്ഥാനിലില്ല. സംഭരിക്കാൻ ശേഷിയുള്ള വെള്ളം സംഭരിക്കാനായിട്ടുള്ള അതിന് പറ്റിയ വലിയ രീതിയിലുള്ള ഡാമുകളോ കനാൽ സിസ്റ്റമോ ഇല്ല. പിന്നെ ഇത് പാകിസ്ഥാനിലേക്ക് കൂടി കുത്തി ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നത് ഇങ്ങനെ വെറുതെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കും. ആവശ്യം വേണ്ട സ്ഥലത്ത് എത്തത്തോലും ഇല്ല. അപ്പോൾ പാകിസ്ഥാനിലെ ജലക്ഷാമം പരിഹരിക്കപ്പെട്ടോ? ഇല്ല. ഇപ്പോൾ ഈ അത്തിപ്പഴം പൂത്തപ്പോൾ കാക്കക്ക് വായ്പുണ്ണ് എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ നിരന്തരമായി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം. അല്ലാണ്ട് എന്താ പറയുക, ഇപ്പോൾ ഈ നമ്മുടെ ചെയ്ത പ്രവൃത്തികളുടെ പരിണതഫലം നമുക്ക് അനുഭവിച്ചല്ലേ പറ്റൂ. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഈ സിന്ധു നദീജല കരാറിൽ ഇന്ത്യ സസ്പെൻഡ് ചെയ്തേക്കുക, റദ്ദാക്കി വെച്ചേക്കാണ്, അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും നടത്തേണ്ട ഉത്തരവാദിത്തമോ ബാധ്യതയോ നിലവിൽ ഇന്ത്യക്കില്ല. ഇന്ത്യ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാത്ത പക്ഷം പാകിസ്ഥാനുമായിട്ട് ആ കരാർ പുനഃസ്ഥാപിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ ഈ കരാർ പ്രകാരം ഈ ഡാം തുറക്കൽ അടക്കം പ്രളയ സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പരസ്പരം കൈമാറണമെന്നാണ് വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്പരം പരിശോധനകൾ നടത്തണമെന്നും, അതായത് കൃത്യമായ ഇടവേളകളിൽ ഈ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നൊക്കെ കരാറിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തർക്കം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഈ കരാർ അത് നിശ്ചയിക്കപ്പെട്ടത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ്. അപ്പോൾ അവരായിട്ട് നിശ്ചയിക്കുന്ന ഒരു സമിതിയുടെ മധ്യസ്ഥതയിൽ പോലും ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ സിന്ധു നദീജല 1960 നെഹ്റുവിൻ്റെ കാലത്ത് എഴുതപ്പെട്ട, അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റും നെഹ്റുവും കൂടി ഇരുന്നാണ് ആ കരാർ ഒപ്പിട്ടത്. ആ കരാറിൽ വ്യവസ്ഥ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ഇതിലിപ്പോൾ ആ കരാറിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിക്കേണ്ട ആവശ്യകത ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾക്കൊരു സംശയം തോന്നും, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ളൊരു സുപ്രധാന കരാറിൽ ലോകബാങ്കിന് എന്ത് കാര്യം?
സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇടനിലക്കാരായിട്ട് വരുന്ന ഐക്യരാഷ്ട്രസഭയോ അതേപോലെയുള്ള സമാനമായ ഒരു ഏജൻസിയോ ഒക്കെ ആയിരിക്കണം. അപ്പൊ ഈ ലോകബാങ്ക് എന്തിനാ? ലോകബാങ്ക് പൈസയുടെ ഇടപാടല്ലേ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യത്തിന് എന്താണ്? അപ്പൊ ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അതായത് ഈ പറയുന്ന സിന്ധു നദീ ജല കരാർ എന്ന് പറയുന്നത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. ഇത് നമ്മുടെ തിബറ്റ്, അതായത് ചൈനയുടെ ഭാഗം എന്ന് പറയുന്ന തിബറ്റിന്റെ അവിടെ നിന്ന് ഉത്ഭവിച്ച് അത് ഉയർന്ന പർവ്വത പ്രദേശമാണ്. അവിടെ നിന്ന് താഴേക്ക് ഒഴുകി ഇന്ത്യയുടെ ഭാഗത്തൂടി, അതായത് ആ തല പോലെ കിടക്കുന്ന ഭാഗത്തൂടി എത്തി താഴോട്ട് വന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകി ചേരുന്നു എന്നുള്ളതാണ് ഈ നദിയുടെ പ്രത്യേകത. ഇപ്പൊ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ഉയർന്ന പ്രദേശവും പാകിസ്ഥാന്റെ ഭൂപ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ നമ്മളിത് എത്ര തടഞ്ഞു വെച്ചാൽ ഈ വെള്ളം ആത്യന്തികമായിട്ട് ഒഴുകി പാകിസ്ഥാനിലെത്തി പാകിസ്ഥാൻ വഴി അറബിക്കടലിൽ എത്തിച്ചേരും. ഇതാണ് അതിന്റെ പ്രകൃതിദത്തമായ അതിന്റെ റൂട്ട്. അതാണ്. ഇപ്പൊ ഇന്ത്യക്ക് ഒരു പരിധിക്കപ്പുറം ഈ വെള്ളം തടഞ്ഞു നിർത്താനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. കാര്യം കുത്തിയൊഴുകി വരുന്ന വെള്ളം ഒരു പരിധിക്കപ്പുറം തടഞ്ഞു നിർത്താനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ സാങ്കേതിക വിദ്യയോ തൽക്കാലം ഇപ്പോൾ ഇന്ത്യയിലില്ല. തൽക്കാലം ഇല്ല, പക്ഷെ ഉണ്ടാകും അതിനുള്ള പരിപാടി നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഈ വെള്ളത്തിന്റെ പങ്കുവെക്കൽ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ തർക്കം 47 നടന്ന യുദ്ധത്തിന് ശേഷം പിന്നീട് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായത് ഈ വെള്ളത്തിന്റെ തർക്കം സംബന്ധിച്ചാണ്. അപ്പോൾ ഇതിന്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ പല ഏജൻസികളും ഇതിൽ ഇടപെട്ടു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഐക്യരാഷ്ട്രസഭയടക്കം അമേരിക്കയുടെ ഇടപെടലടക്കം ഉണ്ടായി. അപ്പോൾ പൊതുവിൽ കണ്ട ഒരു സംഗതി, ഈ സിന്ധു നദി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെള്ളം അത് ഇന്ത്യയിൽ കൂടിയാണ് ഒഴുകി പോകുന്നതെങ്കിലും ഇതിന്റെ ആവശ്യകത പാകിസ്ഥാനാണ്. കാരണം ഈ വെള്ളം ഒഴുകി വരുന്ന കൃഷി ആവശ്യക കൃഷിപ്രദേശം, ഇപ്പൊ പഞ്ചാബ് പോലെയുള്ള പാകിസ്ഥാനിലെ മേഖല, കൃഷി മേഖല കൂടുതൽ പാകിസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഇപ്പൊ കശ്മീർ പോലെയുള്ള ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കുറവാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇന്ത്യക്ക് ഈ വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് ചിന്ത പോയില്ല. കൃഷിയെല്ലാം അപ്പുറത്ത് പോയി. അതെ, കൃഷി അന്നത്തെ ഒരു പ്രധാന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതെ, അവിടെ പാകിസ്ഥാൻ കണക്കാക്കി എടുത്തെന്നല്ല, ഈ വെള്ളം ഒഴുകി, നമുക്ക് പറഞ്ഞല്ലോ ഇത് താഴ്വാരമുള്ള പ്രദേശം, ഈ വെള്ളം ഒഴുകി വന്ന് കയറുന്നത് പാകിസ്ഥാനിലാണ്. മനസ്സിലായോ? ഇന്ത്യയുടെ കുറച്ച് ഭാഗത്തൂടിയാണ് ഈ വെള്ളം കടന്നു പോകുന്നത്. മനസ്സിലായി. ഇന്ത്യയുടെ ഈ ലഡാക്ക് അതേപോലെയുള്ള കശ്മീർ ആ ഭാഗത്തൂടിയാണ്. ഇത് പാകിസ്ഥാനിലെ ഏറിയ പങ്കും പാകിസ്ഥാനിലൂടെയാണ് നദി ഒഴുകുന്നത്. അവിടെ സമതല പ്രദേശവുമാണ്. അപ്പൊ ഇതിന്റെ പ്രയോജനം പാകിസ്ഥാനാണ് കിട്ടുന്നത്. അപ്പൊ ഈ കരാർ പ്രകാരം 80% ഈ വെള്ളത്തിന്റെ വിനിയോഗത്തിന്റെ അവകാശം പാകിസ്ഥാന് കിട്ടി. 20% മാത്രമാണ് ഇന്ത്യക്ക്. അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. കാരണം അന്നത്തെ ഇന്ത്യയിലെ ജനസംഖ്യയും അന്നത്തെ അവിടുത്തെ കൃഷിയും അന്നത്തെ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മതിയായിരുന്നു. അപ്പോൾ ഇന്ത്യ ഹാപ്പിയായി. അപ്പൊ അത് പ്രകാരം ഒരു കരാർ എഴുതപ്പെട്ടു. അപ്പൊ ഈ ലോകബാങ്ക് എങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ നദിയിലെ വെള്ളം ഉപയോഗപ്രദമാക്കണമെങ്കിൽ നിരവധി ഡാമുകളും കനാലുകളും ഒക്കെ സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രശ്നം ഒരു രാഷ്ട്രീയ പരിഹാരം എന്നതിനപ്പുറം ഒരു എഞ്ചിനീയറിംഗ് പരിഹാരമാണ് ഇതിന് വേണ്ടത്. മനസ്സിലായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ അതിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും സാമ്പത്തിക പിന്തുണയും നൽകാൻ ഒരു ഏജൻസി വേണം എന്നുള്ള കാഴ്ചപ്പാടിൽ അമേരിക്കയുടെ നിർദ്ദേശാനുസരണമാണ് ഇത് ലോകബാങ്കിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. അങ്ങനെ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 9 വർഷം വേണ്ടി വന്നു ചർച്ച. 9 വർഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച നീണ്ടു പോയി. അവസാനം 1960 ഇത് ധാരണയായത്. അപ്പൊ അത് പ്രകാരം 6 നദികളായിട്ട് തിരിച്ചു മൊത്തം. അപ്പോൾ അതിൽ കിഴക്കും പടിഞ്ഞാറും പറയുകയാണെങ്കിൽ അപ്പോൾ 6 നദികൾ വീതം, അല്ല 3 വീതം, മൊത്തം 6 നദികൾ 3 വീതം തിരിച്ചു. അതിൽ കിഴക്കൻ മേഖലയിലുള്ള നദികൾ, അത് രവി, ബിയാസ്, സത്ലജ്, ആ കിഴക്കൻ മേഖലയിലുള്ള നദികളുടെ നിയന്ത്രണം മുഴുവൻ ഇന്ത്യക്ക്. സിന്ധു, ഝലം, ചെനാബ് ഈ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാൻ. ഇങ്ങനെയാണ് ഈ കരാർ വ്യവസ്ഥയിലുള്ളത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഈ സിന്ധു, ഝലം, ചെനാബ് നദികൾ പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണെങ്കിലും അത് ഇന്ത്യയിൽ കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇന്ത്യക്ക് ഇടപെടാനായിട്ടുള്ള അവകാശം ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാനും ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനും ഈ നദികളിലും ഇന്ത്യക്ക് അവകാശമുണ്ട്. പക്ഷേ ഒരു വലിയ രീതിയിൽ വെള്ളം തടഞ്ഞു വെക്കാൻ അനുവാദമില്ല ഈ കരാർ പ്രകാരം. അപ്പൊ തടഞ്ഞു വെക്കാൻ അനുവാദം ഇല്ലെന്നേ ഉള്ളൂ, വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ആ രീതിയിൽ ഈ പറയുന്ന 3 നദികളിലെയും വെള്ളം പരമാവധി ഇന്ത്യയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അവകാശപ്പെട്ട രവി നദിയിൽ ഷാപൂർ കണ്ഠി ഡാം എന്ന് പറയുന്ന ഒരു ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പം മുൻപ് ഈ രവി നദി
നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യകത അത്രക്ക് തോന്നാത്തത് കൊണ്ട് ആ വെള്ളം സർപ്ലസ് വെള്ളം മുഴുവൻ പാകിസ്ഥാനിലോട്ട് ഒഴുകി പോകുമായിരുന്നു. മനസ്സിലായി. അങ്ങനെ ഒഴുകുന്ന വെള്ളം മുഴുവൻ ഇപ്പോൾ തിരിച്ചു പിടിച്ചോണ്ടിരിക്കുക. ഓഹോ. കൂടാതെ പാകിസ്ഥാൻ അവകാശപ്പെട്ട ചെനാബ് നദിയിൽ നമ്മൾ സവാൽകോട്ട് എന്ന് പറയുന്ന ഒരു ഡാം പണിതുകൊണ്ടിരിക്കുക. 5129 കോടിയാണ് ചെലവ്. ബൃഹത് പദ്ധതിയാണ്. 1856 മെഗാവാട്ട് വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ഇടുക്കിയിൽ പോലും 700 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അപ്പം അത്രക്ക് ബൃഹത്തായ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കുന്നു. അപ്പോൾ അവിടെയും വെള്ളത്തിന്റെ വലിയൊരു നിയന്ത്രണം ഇന്ത്യക്ക് കിട്ടും. കൂടാതെ ഈ ചെനാബ് നദിയിലെ വെള്ളം ബൈപ്പാസ് ചെയ്ത് ടണൽ മാർഗം നേരെ ബിയാസ് നദിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ടണൽ പരിപാടിയും നടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞത് പ്രകാരം 2027 കൂടി പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്നാണ് പറഞ്ഞേക്കുക. അത് അത്രയ്ക്കൊന്നും പോസിബിൾ അല്ല. കാര്യം പ്രകൃതിയുടെ സ്വാഭാവികമായ ഒഴുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ നിലവിലുള്ള കണക്ക് പ്രകാരം പാകിസ്ഥാനിൽ കിട്ടുന്ന ജലലഭ്യത 21% കുറഞ്ഞിട്ടുണ്ട്. 80% ഒഴുക്കും അങ്ങോട്ടല്ലേ പോയിരിക്കുന്നത്? അതെ, അല്ല ഒഴുക്കെന്നല്ല, ഈ വരുന്ന വെള്ളത്തിന്റെ 80% വിനിയോഗ അവകാശം പാകിസ്ഥാനാണ്. 80% അങ്ങോട്ട് ഒഴുകുന്നെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ നിലവിലെ കണക്ക് പ്രകാരം ഈ പറയുന്ന പാകിസ്ഥാനിലോട്ടുള്ള നീരൊഴുക്ക് 21% കുറവുണ്ടായിട്ടുണ്ട്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കി വെച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. ഇപ്പോൾ അവിടെ നമ്മളൊരു ഡാം തുറന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ നമ്മുടെ സെക്കൻഡില് 2000 ക്യുസെക്സ് വീതമാണ് വെള്ളം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴും പാകിസ്ഥാനിൽ അവിടെ ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ പര്യാപ്തമായ യാതൊന്നും ഇല്ല. അതിന് പല കാരണങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ. അവർക്ക് ഡാമില്ല, കനാൽ സിസ്റ്റം ഇല്ല. കൂടാതെ അവരുടെ നഗരപ്രദേശങ്ങളിലൊക്കെ ഈ വെള്ളത്തിന്റെ ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അമിതമായ ഭൂഗർഭ ജലചൂഷണവും നടക്കുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം അവരുടെ നിലവിലുള്ള ജലസംഭരണികളിൽ പോലും ഈ ഭൂഗർഭ ജലചൂഷണം രൂക്ഷമായതുകൊണ്ട് ജലനിരപ്പ് വല്ലാണ്ട് താഴുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ വലിയ പ്രതിസന്ധി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ അവിടെ ആ രാജ്യത്തകത്ത് തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അടുത്തൊരു യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ വെള്ളത്തിന്റെ അത് നിരവധിയായ ഭീഷണി ഇതുപോലെ തന്നെ മുഴക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രതിരോധ മന്ത്രിയും അവിടുത്തെ കാലാവസ്ഥാ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇന്ത്യക്കെതിരെ യുദ്ധാഹ്വാനം നടത്തിക്കഴിഞ്ഞു. ഇന്ത്യ ആ പ്രകോപനത്തിന് ഇതുവരെ ആ ഒരു രീതിയിൽ ആ പ്രകോപന സ്വഭാവത്തിലൂടെ മറുപടി നൽകിയിട്ടില്ല. ഒറ്റ മറുപടിയേ പറഞ്ഞിട്ടുള്ളൂ, ഭീകരവാദത്തിനെതിരെ കൃത്യമായ നടപടി എടുക്കാത്ത പക്ഷം ഈ കരാർ പുനരാലോചിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏതായാലും പൊതുവിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ വെള്ളം തടഞ്ഞു വെച്ചതാണല്ലോ പ്രശ്നം. വെള്ളം തന്നിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. ആ രീതിയിലായിരിക്കും ഇനി ഇത് ചിത്രീകരിക്കപ്പെടുക.